ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കടയിൽ പോകുന്ന ഒരു ദിവസത്തെ എൻ്റെ റൊട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുക, ഉണ്ടാക്കുക, പോവുക, അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ. പിന്നെ പോകുന്ന ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ തിരക്കായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോൾ ഞാൻ കടയിൽ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ അതുകൂട്ടന്നെ അധികം ചോറായിരിക്കും കേട്ടോ കൊടുത്തു വിടുന്നത്. ഞാൻ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല. കാരണം ചോറാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വാപ്പിക്കും ഉമ്മിക്കും സെപ്പറേറ്റ് അതും ഉണ്ടാക്കി ഇതും ഉണ്ടാക്കി എല്ലാം കൂടെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനൊരു 9:30-10 മണി ആ ഒരു ടൈമിൽ ഇറങ്ങും. ഇവിടെ ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്, ചിലപ്പോൾ അതിലും നേരത്തെയും ഇറങ്ങാറുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് ഒതുക്കി വെച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവിയലാണ് കേട്ടോ, അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇന്നലെ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ച കംപ്ലീറ്റും ഈ ഒരു 2 ആഴ്ച കംപ്ലീറ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ 1.5 ആഴ്ചയായിട്ട് ഞാനിപ്പോൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കടയിൽ ആദ്യമായിട്ടൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ അറിഞ്ഞത് വന്നത് അവരായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ആദ്യം ചേന ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം പിന്നെ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടിട്ട് ഒരു അടി കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സവാള ചേർക്കരുത് കേട്ടോ. ചെറിയുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. സവാള ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ചേനയ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചൊരല്പം വെള്ളമുണ്ട്, അല്ലാണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഒരുമാതിരി കഷ്ണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം അടിച്ച് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം. അടച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു വിസിലടിച്ച് അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണേ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക നോക്കിയപ്പോഴത്തേക്കിനും അരിപ്പൊടി കുറച്ചേ ഉള്ളൂ, അതുപോലെ ഗോതമ്പ് പൊടി കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പത്തിനുള്ള മാവൊന്നുമില്ല. അധികം അപ്പത്തിനുള്ള ദോശയ്ക്കുള്ള മാവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആക്കാം. ഇതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. വല്ല 3-4 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 4 മണി ചായക്കും ഉണ്ടാക്കാം. ഞാൻ മുമ്പും കാണിച്ചിട്ടുള്ളതാണ്. പാലാടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ പാലാട എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നെയ്യും പഞ്ചസാരയും അതുപോലെ തേങ്ങയും ഏലക്കയൊക്കെ മിക്സ് ചെയ്തിട്ട് ചുരുട്ടിയിട്ട് എടുക്കും. അതിന് നമ്മൾ ഏലാഞ്ചി എന്ന് പറയും കേട്ടോ. മഞ്ഞ കളറൊക്കെ ഇട്ടിട്ട് ഇതിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കും. അതിന് ഏലാഞ്ചി എന്ന് പറയും. ഇത് ഏലാഞ്ചി അല്ല. അപ്പം നമ്മൾ ഈ ഒരു സംഭവം കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഇത് ഏലാഞ്ചി അല്ലേ എന്ന്. പക്ഷേ ഇത് ഏലാഞ്ചി അല്ല, ഇത് നമ്മൾ പാലാട എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ കുരിച്ചിലപ്പത്തിൻ്റെ സെയിം ഒരു ബാറ്റർ തന്നെയാണ് ഇതിലും റെഡിയാക്കുന്നത്. അതിൽ കുറച്ച് കട്ടിയിൽ റെഡിയാക്കും. ഇതിൽ നല്ല ലൂസായിട്ട് കലക്കിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും പിന്നെ ഒരു 2 മുട്ടയും, കുറേ മൈദമാവ് എടുത്താൽ ഈ ഒരു 2 മുട്ട ഒക്കെ തന്നെ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഏലക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഒഴിക്കും. എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ നീർദോശയ്ക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ അത്രയും ലൂസാക്കണ്ട, എന്നാലും അത്യാവശ്യം നല്ല നേർമയായിട്ട് തന്നെയാണ് കേട്ടോ ഇതിനെടുക്കുന്നത്. എങ്കിലേ നല്ല ഇത് നല്ല പൂ പോലത്തെ എന്നാണോ പറയുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പിന്നെ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിക്കാൻ അത് ചുരുട്ടിയിട്ട് ഒരപ്പം ഒന്ന് ചുരുട്ടിയിട്ട് കഴിക്കാനാണെങ്കിൽ അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. ഏലക്ക അടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു നന്നായിട്ട് ആവില്ല. അപ്പം നല്ല ചട്ടിയിൽ നല്ല നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടൊക്കെ വരും. നല്ലപോലെ ഇങ്ങനെ നീട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. എന്നിട്ട് നമ്മൾ നല്ലപോലെ തീയിലൊക്കെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല നൈസായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല പാട പോലെ ഇതിങ്ങനെ എടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ മധുരമൊക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ പിന്നെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് നെയ്യും പഞ്ചസാര ഇട്ട് ഒറ്റ ചുരുട്ടിന് വായിലേക്ക് ഇടാം. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം കിട്ടും. പിന്നെ ഇതത്ര ഹെൽത്തി ഒന്നും അല്ലാത്തത് കാരണമാണ് ഞാൻ അധികവും ഉണ്ടാക്കാത്തത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അധികം ഞാൻ ഉണ്ടാക്കാറില്ല.
അപ്പോൾ അതിൻ്റെ പണി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. കുക്കറിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അവിയലിൻ്റെ. പിന്നെ അതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. ഒരിത്തിരി വെന്ത് പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അവിയലല്ലേ. പിന്നെ ഹാദക്കുട്ടനൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ഇതുപോലെ വെന്ത് പോവുകയാണെങ്കിൽ കഷ്ണങ്ങളൊന്നും മാറ്റി വെക്കാനുണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ ടീച്ചറാണെങ്കിൽ കംപ്ലീറ്റും കഴിപ്പിച്ചിട്ടേ എഴുന്നേൽപ്പിക്കുകയുള്ളൂ കേട്ടോ, ഒന്നും ബാക്കി അങ്ങനെ കൊണ്ടുവരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാത്തത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് കാരണം ഞാൻ അങ്ങനെ കൊടുത്തു വിടാറില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വെച്ച് ചോറൊക്കെ വാരി കൊടുക്കുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തു വിടലാണ്. പിന്നെ പപ്പടം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, അതൊന്ന് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടക്കിയിട്ട് പിന്നെ അതിലേക്കൊരു ഒത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പപ്പടവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കോരി മാറ്റാം. അപ്പോൾ ഉമ്മയ്ക്കും വാപ്പിക്കും ഉള്ളതും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു കുപ്പിലേക്ക് ഇട്ട് വെക്കാം. ഉമ്മയും വാപ്പിയൊന്നും അധികം അങ്ങനെ പപ്പടമൊന്നും കഴിക്കില്ല കേട്ടോ, ഉപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇത്തിരി എങ്ങാനും ഒരു പപ്പടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതിയൊക്കെ കഴിച്ചെങ്കിലായി, ചിലപ്പോൾ അതും ഇല്ല കേട്ടോ. അങ്ങനെ 7:30 കഴിഞ്ഞപ്പോഴേക്കും ഹാദക്കുട്ടൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും അതുപോലെ പപ്പടം പൊരിച്ചത് ഞാനിതുപോലെ ഒരു പാത്രത്തിലാണ് വെക്കുക. പിന്നെ സാമ്പാറുണ്ട് കേട്ടോ, തലേന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ കുറച്ചെടുത്ത് ഹാദക്കുട്ടന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കുകയോ ചെയ്യുവാണെങ്കിൽ സാമ്പാറൊന്നും ചീത്തയാവില്ലല്ലോ. അപ്പോൾ ഞാൻ അവിയൽ വെച്ചു, അതുപോലെ പപ്പടം വെച്ചു, പിന്നെ ചോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം സെറ്റിമസ് ആയിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മളിനി ഒന്ന് പൊതിഞ്ഞ് അവൻ്റെ പാത്രത്തിൻ്റെ ലഞ്ച് ബാഗിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും പിന്നെ വെള്ളവും പിന്നെ സ്നാക്സും കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർഷവും കൂടെ ഉള്ളൂ കേട്ടോ ഹാദക്കുട്ടന് സ്നാക്സൊക്കെ കൊണ്ടുപോകേണ്ടത്. ഇനി മുതൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല 4ാം ക്ലാസ്സിലേക്ക് ആകുന്ന സമയത്ത്. പിന്നെ ഇന്ന് ഞാൻ ആപ്പിളാണ് കേട്ടോ സ്നാക്സിന് വേണ്ടിയിട്ട് കൊടുത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലഞ്ച് ബാഗൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹാദക്കുട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പമൊക്കെ ഞാനിങ്ങനെ ചൂടോടെ തന്നെ ചുട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓരോരുത്തരും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ പിന്നെ നല്ല ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇത് നല്ലത്. അപ്പോൾ ഞാൻ ചുടുന്നതിനനുസരിച്ചിട്ട് വാപ്പി ഉമ്മി ഇക്ക എല്ലാവരും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഞാനോർത്തു വൈകുന്നേരത്തേക്ക് ഹാദക്കുട്ടൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയും കൂടെ വെച്ചേക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, എനിക്ക് ടെൻഷനില്ല, പതുക്കെ അവിടെ നിന്ന് വന്നാൽ മതിയല്ലോ, കടയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പതുക്കെ വന്നാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് പാസ്ത ഒന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്ത് നമുക്ക് മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തൂക്കണം. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, നല്ല കോലത്തിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ എങ്ങാണ്ടാണ് ഈ ഒരു തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇത് മഴ പെയ്ത് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും ഇത് അകത്തേക്ക് എടുത്ത് ഇടാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ, ആകെ ചെളിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ഉണങ്ങിയൊക്കെ കിടക്കുവാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ പിറക്കി ഒന്ന് അകത്തേക്ക് ഇടുവാണ് കേട്ടോ. എന്നിട്ട് ഇനി എല്ലാം പിറക്കി ഈ ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്ത് കിടന്നൊക്കെ വാപ്പിയും ഉമ്മയും കൂടെ ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് അകത്തേക്ക് മാറ്റുവാണ്. എന്നിട്ട് ഇനി മുറ്റവും കാര്യങ്ങളും ഒന്ന് തൂത്ത് തുണിയും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനിലിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് എടുത്ത് വിരിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. പിന്നെ അകം തൂക്കണം. ചില ദിവസം തുടക്കും, ഒരാഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ ഞാൻ തുടക്കാറുള്ളൂ കേട്ടോ, എല്ലാ ദിവസമൊന്നും ഞാൻ തുടക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതും എല്ലാം അഴിച്ച് മുറ്റം തൂക്കലും കാര്യങ്ങളൊക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പണികൾ ചെയ്യാനാണ് ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ മടി പിടിച്ചിരിക്കും കേട്ടോ. അതെൻ്റെ എനിക്കതുകൊണ്ട് അങ്ങനെ വെറുതെ കിട്ടുന്ന ദിവസങ്ങൾ വല്ലാണ്ട് ഇഷ്ടമല്ല. ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ഒരുപാട് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ലീവ് കിട്ടുന്ന പോലെ അല്ല കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര മൂഡ് ഓഫാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസം ഇതുപോലെ ഈ ഒരു ടൈമിൽ മീൻ കിട്ടുവാണെങ്കിൽ ഞാൻ വെട്ടി വെക്കാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ മീനിൻ്റെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കി വെക്കും. എന്നിട്ട് പിന്നെ മീൻ വെട്ടി അങ്ങോട്ട് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചിക്കനും സംഭവങ്ങളും ഒന്നും ഇല്ല കേട്ടോ, മുട്ടയൊന്നുമില്ല. ജസ്റ്റ് വെറുതെ പാസ്ത ഇങ്ങനെ ആക്കി വെച്ചതാണ്. കുറേ ദിവസമായിട്ട് അത് പറയുവാണ് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മളുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് വയ്ക്കുവാണ്. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ മീൻ വെട്ടാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മീനിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുന്നത്. സാധാരണ ഇപ്പോൾ താമസിച്ചാണ് മീൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പോകുന്ന സമയത്താണ് മീൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വെട്ടാൻ നിൽക്കില്ല, മണമാകുമല്ലോ. അപ്പോൾ ഇതുപോലെ കറിയാക്കി വെച്ചിട്ട് പോവും. അപ്പോൾ ഉമ്മയുടെ സമയം പോലെ വന്നിട്ട് മീനൊക്കെ വെട്ടി കറിയിലേക്ക് ഇട്ടോളും. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് പോകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ.
എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കണം. ഇവിടെ ഉമ്മയും വാപ്പയൊക്കെ പറയാറുണ്ട് കേട്ടോ, കുഴപ്പമില്ല ഒരു ചോറ് വാങ്ങിച്ചാൽ മതിയല്ലോ, 2 പേർക്ക് കഴിക്കാൻ ഒരു ചോറ് വാങ്ങിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എന്തോ ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കറിവേപ്പിലയും ഉലുവയും എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം മീൻ അങ്ങോട്ട് കഴുകി ഇട്ടാൽ മതി. ഉപ്പ്, പുളി, തക്കാളി, വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ടാണ് പിന്നെ മീനൊക്കെ സമയം ഉണ്ടെങ്കിൽ വെട്ടാന്നോർത്ത് നിൽക്കുവാണ്. അപ്പോഴത്തേക്കിനും ഒരു 9 മണിയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 9 മണിയൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടെ അങ്ങ് മീനും കൂടെ അങ്ങ് വെട്ടിയേക്കാമെന്ന്. ശരിക്കും ഈ ഒരു വീഡിയോ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ അന്നേരമാണ് വയനാടത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്കെന്തോ വീഡിയോക്ക് വോയിസ് കൊടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു ഭയങ്കര, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്കിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിക്കാൻ പോലും ഒന്നും അങ്ങനത്തെ ഒരു ഇതുപോലും കിട്ടാത്തൊരവസ്ഥയല്ലേ. ഏറ്റവും വലിയ ദുരന്തമല്ലേ, എന്തോരം ആൾക്കാരാണ് മരിച്ചത്. ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ ആ വാർത്ത വെച്ച് ജസ്റ്റ് ഒന്ന് കാണും, അപ്പം തന്നെ മാറ്റിവിട്ടു. അത്രയും നമുക്ക് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഒറ്റ രാത്രി കൊണ്ട് ആരും ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണല്ലേ. ആരും ഇല്ലാണ്ടാവുക മാത്രമാണോ, വീട്, അവരുണ്ടാക്കിയ സംഭവങ്ങൾ, മീൻസ് പണം, എല്ലാം കൂടെ അങ്ങ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കൂടെ നഷ്ടപ്പെട്ടു പോകാമെന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. ഓരോ മനുഷ്യരുടെ അവസ്ഥകൾ ഭയങ്കരമായിരിക്കും. പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, എല്ലാവരും സെയിം അവസ്ഥയിലേക്ക് മാറുമല്ലേ. ഓരോരുത്തർക്കും മനസ്സിന് എങ്ങനെ എത്ര നമ്മൾ സമാധാനം കൊടുക്കുക പറഞ്ഞാൽ, എത്ര പ്രാർത്ഥിച്ചാലും അവർക്കുണ്ടായ നഷ്ടങ്ങൾ എങ്ങനെ മാറുമല്ലേ. എന്തൊക്കെ പറഞ്ഞിട്ടത് മാറ്റാനാണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഓരോരുത്തരുടെ അവസ്ഥയെന്ന് പറയുകയാണെങ്കിൽ. ശരിക്കും അത് ചെറിയൊരു അനുഭവമെങ്കിലും ഉണ്ടായവർക്ക് അതിൻ്റെ ആ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഞാൻ അതിനെപ്പറ്റി എനിക്ക് തന്നെ അറിയില്ല കേട്ടോ, എന്തൊക്കെ പറയണം, എന്തൊക്കെ ഇതാക്കണം എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു രീതിയിൽ പടച്ചവൻ ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും അങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേര് കടയുടെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാലാരിവട്ടത്താണ് കേട്ടോ ഈ ഒരു കട നടത്തുന്നത്. പിന്നെ ചില കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് തന്നെയാണ് ഹോട്ടലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കുറേ കമൻറ്റ്സൊക്കെ അതും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീടൊന്നുമല്ല, നമ്മുടെ വീട് ശരിക്കും അരൂരാണ്. നമ്മുടെ കട പാലാരിവട്ടത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പാലാരിവട്ടത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ അരിപ്പേൻ്റെ സ്ഥലമാണിത്. നമ്മൾ ആ ഒരു സ്ഥലം അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. തൊട്ടിപ്പുറത്ത് അരിപ്പ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്ന ഒരു QRS, അതായത് പൈപ്പ് ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ സുരഭി റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. അതായത് QRS കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സുരഭി റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ മീനും ചോറ് റെസ്റ്റോറൻറ്റ് എന്ന് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടെത്തും. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇന്നാണ് ഒരു സബ്സ്ക്രൈബർ വന്നത്. അതുകൂടാണ്ട് പിന്നെ ഞാനില്ലാത്ത സമയത്തൊക്കെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സുരഭി റോഡ്, ഈ കാണുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ വരുമ്പോൾ തന്നെ മീനും ചോറും റെസ്റ്റോറൻറ്റ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ ചെല്ലുമ്പോൾ യെല്ലോ കളറിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മളുടേത്. അപ്പോൾ വന്ന് കഴിച്ചിട്ട് പോയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഓടി വന്ന് കഴിച്ചവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് വന്നവരൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റി, ചിലർക്കൊന്നും അതും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ വന്ന് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചില ദിവസം ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നേരെ കിച്ചണിലേക്ക് തന്നെ കയറും, വല്ല പൊരിക്കാനോ എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും പണി. പിന്നെ എന്തായാലും കുറച്ച് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഞാൻ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കേട്ടോ കടന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ കുറച്ചിങ്ങനെ നമുക്ക് വരും. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, അൽഹംദുലില്ലാ മാഷാല്ലാ. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ ചോറൊന്ന് പാക്ക് ചെയ്ത് കുറച്ച് വെക്കുവാണെങ്കിൽ കുറച്ച് കേട്ടോ, ഒരു 10-20 എണ്ണമൊക്കെ ആദ്യം പാക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് ബാച്ച് പാക്ക് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ അതിനുള്ള ടൈം കിട്ടാതാകുമ്പോൾ പിന്നെ നമ്മൾ സ്പീഡിൽ കാരണം ഒരേ ടൈമിലാണ് നമുക്ക് ഇവിടെ ആൾ വരുന്നതും അതുപോലെ ഓർഡർ വരുന്നതൊക്കെ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ 2-2.5 മണിക്കൂറിനുള്ളിൽ ആ ഒരു തിരക്ക് അങ്ങോട്ട് കഴിയും. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഓർഡറിൽ തന്നെ ഒരു 4 ചോറ് അല്ലെങ്കിൽ 3 ചോറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന അപ്പടി അങ്ങ് തീരും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കും. സ്വിഗ്ഗിയുടെ ആൾക്കാർ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ആകെ ഒരു ഇതായിരിക്കും കേട്ടോ.
പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ കറണ്ട് ഇല്ലാണ്ട് വന്നപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്നാണ് കേട്ടോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതും അതുപോലെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള വറുത്തരപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അന്നൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് അതായത് അന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. പിന്നെ ഇതാ ഓർഡറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ആൾക്കാർ കഴിക്കാനും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ല പൂമീൻ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു കറി. പിന്നെ ഓരോരുത്തർ വന്ന് കഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ, അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഒക്കെയാണ് കേട്ടോ. പിന്നെ സാധാ പോലെ ചെമ്മീൻ ചാറുണ്ട്, ചെമ്മീനും ഉണക്ക ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള ചാറുണ്ട്. പിന്നെ ഇന്ന് 2-3 കറി ഉണ്ടായിരുന്നു. ചാളക്കറി ചാള മുളകിട്ടതുണ്ടായിരുന്നു, പൂമീൻ കറി ഉണ്ടായിരുന്നു, തിരുതക്കറി ഉണ്ടായിരുന്നു, പിന്നെ കാളാഞ്ചി കറിയും ഉണ്ടായിരുന്നു. നമ്മൾ 2ാമത്തെ ബാച്ച് ചോറിട്ടിട്ട് അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇതാ കോരിയിടുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാം മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ഓട്ടോയിൽ കയറിയിട്ട് വൈറ്റില ഹബ്ബിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ബസ്സിനാണ് അങ്ങോട്ട് പോകുന്നത്. ചില ദിവസം വൈറ്റിലയിലേക്ക് ആക്കി തരും, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ വന്ന ദിവസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യലുകൾ ഫ്രൈകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കറികൾ ഏകദേശം 1-2 കറി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പൂമീൻ കറിയും പിന്നെ കാളാഞ്ചി കറിയും 1-2 കഷ്ണം അത്രയൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്നവർ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ കുറച്ച് നല്ലത് അതാണ് കേട്ടോ, കാരണം ഫ്രൈയും കാര്യങ്ങളും ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരിക. പിന്നെ ഇതൊക്കെ തന്നെയാണ് കടയിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാനിതാ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അരൂരേക്ക് പോകാൻ നല്ല പാടാണ് കേട്ടോ. അരൂരെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അരൂർ വരെ ഓക്കെയാണ്, അത് കഴിഞ്ഞാൽ കുമ്പളം തൊട്ട് പിന്നെ ചന്ദ്രൂർ വരെ നല്ല ബ്ലോക്കായിരിക്കും കേട്ടോ. എത്ര നേരം ബസ്സിലിരുന്നാലാണോ ഒന്ന് എത്തുക എന്നറിയോ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 3:30 ഇറങ്ങുവാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഒരു 6 മണിയൊക്കെയാണ്. ശരിക്കും ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തേണ്ട സ്ഥാനത്ത് നമ്മൾ എത്തുമ്പോഴത്തേക്കിനും ഒരുപാട് ലേറ്റ് ആവുമേ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് വെയിലുറച്ച സമയത്ത് പിന്നെ ഒരു ഇച്ചിരി ഭേദം ഉണ്ടായിരുന്നു. ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അന്ന് പിന്നെ ഞാൻ വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മറ്റൊരു ദിവസം കടയിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചില ദിവസം വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ടൊക്കെ തട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മിക്ക ദിവസവും ഇല്ല കേട്ടോ, വല്ല കാലത്തൊക്കെ ഉള്ളു ഇപ്പോൾ അതൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു പാസ്ത ഉണ്ട്, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നെടുത്ത പാസ്തേൻ്റെ ബാക്കിയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ കണ്ട പാസ്ത ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം തന്നെ അതും ഇതും ഉണ്ടാക്കിയെന്ന് വിചാരിക്കരുതേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നത് ഞാൻ അതുകൂട്ടന് വേണ്ടിയിട്ട് അന്ന് റെഡിയാക്കി വെച്ചതാണ്. ഇത് തമ്മിലൊരു 2 ആഴ്ചത്തെ ഡിഫറൻസ് എങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, അത്രയും ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിലാണ് കേട്ടോ അധികവും പാസ്ത വേവിക്കുന്നത്. കൂടുതലും എപ്പോഴും അങ്ങനെ തന്നെയാണ്, അതായത് എളുപ്പം 2-3 വിസിലടിക്കുമ്പോഴത്തേക്കിനും സംഗതി റെഡിയായി കിട്ടും. വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പാസ്ത വെന്തിട്ടുണ്ടാവും കേട്ടോ. എളുപ്പമാണ്. ബാക്കിയുള്ള അത് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്ന് അധികം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാ സെറ്റപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചിക്കൻ ഉണ്ട്, മഷ്റൂം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് നല്ലൊരു പാസ്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു, അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്യുവാണ്. മഷ്റൂമും ചിക്കനും കൂടെ നല്ലൊരു ബ്ലെൻഡാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ് മഷ്റൂമും ചിക്കനും കൂടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കൂട്ടൻ ഇവിടെ മദ്രസയിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് ട്യൂഷനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആൾ. പിന്നെ അപ്പോൾ ചിക്കനും കൂടെ ഒന്ന് വേവിച്ചെടുക്കുവാണ്. ചിക്കൻ വേവിക്കാനായിട്ട് 2-3 വെളുത്തുള്ളിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പാഴ്സലി ലീവ്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല, എന്നാലും കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ 2-3 കുരുമുളക് മണിയായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടിക്കാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ പാസ്തയിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പൊടിച്ചെടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാസ്ത വെന്തിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. കുറേ പേര് നമ്മളോട് മാഗീൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉടനെ ചെയ്യാമേ. എപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കും, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് മടി കൊണ്ട് എടുക്കാതെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കും. പക്ഷേ മിക്കപ്പോഴും അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പോൾ നല്ലപോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് വരികയില്ല.
പിന്നെ എന്താ ഇനി മഷ്റൂം ഒന്ന് എന്താ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിൽ നല്ലോണം വെള്ളമുണ്ട്, അത്യാവശ്യം നന്നായിട്ട് അത് വെന്ത് കിട്ടും. പിന്നെ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കുറച്ച് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ബട്ടറിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതാണ്. എൻ്റെ കയ്യിലൂടെ ബട്ടർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഷ്റൂം ഏകദേശം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് കോരി മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് ആണെങ്കിൽ നല്ല എന്താ എരിവും കൂടെ ഉള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഉമ്മിക്ക് ഈ ഒരു ഞാൻ മഷ്റൂം എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മിക്ക് ചിക്കൻ കൂട്ടാത്തത് കൊണ്ട് ഉമ്മിക്ക് മഷ്റൂം പാസ്തയും ഞങ്ങൾക്ക് ചിക്കനും മഷ്റൂമും കൂടി ഇട്ടിട്ടുള്ള പാസ്തയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നല്ല മണം വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കയ്യിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, സൂപ്പറാണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മിക്കുള്ള മഷ്റൂം ഞാൻ ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ബാക്കിയിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചിക്കനും ചിക്കൻ്റെ സ്റ്റോക്കും ഉണ്ട്, രണ്ടും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിതാ ആ ഒരു ചിക്കൻ്റെ സോസ്, ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ അപ്പോഴാണ് ഓർത്തത് സവാള ഇടാൻ മറന്നു പോയിട്ടുണ്ട്. സവാള ഞാൻ വേറെ വൈറ്റ് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മീൻ്റെ പാസ്തയിലേക്ക് ഞാനിതാ നമ്മുടെ മക്രോണിയൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. ഉമ്മയുടെ പാസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സവാള വഴറ്റി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ രണ്ടിലേക്ക് ഞാൻ ഒരുമിച്ച് സവാള വഴറ്റിയിട്ട് രണ്ടിലേക്കും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് എന്നോട് തന്നെ ദേഷ്യമൊക്കെ തോന്നിപ്പോയിട്ട് ആദ്യമേ അങ്ങ് സവാള വഴറ്റുമായിരുന്നെങ്കിൽ ഈ പാടുണ്ടായിരുന്നോ. അപ്പോൾ അങ്ങനെ രണ്ടിലേക്ക് സവാളയൊക്കെ വഴറ്റി ചേർത്തു. അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി എന്താ പറയുക പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ആദ്യക്കുട്ടൻ എങ്ങാനും എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയാവൂട്ട. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇവിടെ ഇരിക്കുന്നത്, നല്ല ഉണ്ടമുളക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, പകരം നല്ലപോലെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല സോസി ആയിട്ടും ഉമ്മിയുടെ കുറച്ച് ഡ്രൈ ആയിട്ടുമാണ് കേട്ടോ എടുക്കുന്നത്. ഉമ്മിക്ക് അത്രയും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ആ ഒരു എന്താ പറയുക ആ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെ സോസി ആയിട്ട് കഴിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കുറച്ച് ആ ഒരു എന്താ സോസോട് കൂടിയിട്ട് കഴിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടിലേക്കും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്ത് സെറ്റാക്കി. ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട് അതും കൂടെ അങ്ങനെ നമ്മൾ പാസ്തയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.